നീ പോയതില് അവന് തീർത്താൽ തീരാത്ത സങ്കടമുണ്ട് എന്ന് കരുതി ഇവിടെ നിന്ന് ഇറങ്ങിയാലും അടുത്ത വളവിൽ അവൻ കാത്തു നിൽപ്പുണ്ടാവുന്നുള്ള വിശ്വാസമൊന്നും വേണ്ട മോളെ. അമ്മായിയുടെ തീരുമാനം പഴയത് തന്നെയാ. എനിക്ക് ജീവനുണ്ടെങ്കിൽ നടക്കില്ല. ഇനി അമ്മാവനെന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഞാൻ എല്ലാം കേൾക്കാൻ പറ്റിയ അവസ്ഥയല്ല. അമ്മാവനൊന്നും പറയാനില്ല മോളെ. നീ എത്ര ആക്ഷേപിച്ചാലും ശരി, കതിരേശനൊരു സങ്കടം പറഞ്ഞ അത് പരിഹരിക്കാൻ ഈ അമ്മാവൻ പോവും. അത് അമ്മാവൻ ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ ആയിരിക്കും. അവനുള്ളിടത്തോളം കാലവും. ഞാൻ ദൈവം വന്നിട്ട് വരാം. കണ്ണ, ഏട്ടനെവിടെ? അകത്തുണ്ട്. കതിരേശ, അമ്മാവനും അമ്മായും ചേച്ചിയുടെ അടുത്ത് പോയിരുന്നോ? ആ, പോയിരുന്നു. അതാരാ ആ പെണ്ണ് ഞാവൽത്തൊടിയിൽ വന്നു പറയുന്നേ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. അയാളുടെ ഭാര്യയില്ലേ, അങ്ങനെ ഞങ്ങൾ അറിഞ്ഞത്. നമ്മൾ കേൾക്കുന്ന ഒന്നും സത്യമാണെന്നില്ലല്ലോ മക്കളെ. ഇവിടെ കതിരേശനുണ്ട്, ഞാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തോളാം. അമ്മാവൻ എന്തു പറഞ്ഞാൽ ഏട്ടൻ തന്നെ ആയിരിക്കുള്ളൂ. ഞങ്ങളുടെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയില്ലേ, അയാൾക്ക് ഇനി ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. ഇനി അയാള് വരുമല്ലോ, അപ്പൊ ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. നോക്ക്, ഒരിക്കൽ നിങ്ങളോട് ഞാനൊന്ന് ദേഷ്യപ്പെട്ടതാ. അന്ന് തിരിച്ചു പോകുമ്പോ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമായിരുന്നു. എന്ന് കരുതി പ്രായത്തിന് ചേരാത്ത സംസാരം നിങ്ങളുടെ വായിന്ന് വന്നാൽ ഞാനത് സഹിക്കില്ല. എന്തിനും ഏതിനും നിങ്ങൾ കതിരേശനെ കുറ്റം പറയുന്നുണ്ടല്ലോ. പണിയെടുത്ത് തളർന്ന് ഇനി എന്നെ കൊണ്ട് വയ്യാന്നും പറഞ്ഞു അവൻ എവിടെയെങ്കിലും പോയി കയറി കിടന്ന ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യോ? മേശപ്പുറത്തെടുത്ത് വെക്കുന്നത് കഴിച്ച് കൈ കഴുകാനല്ലാതെ എന്തിനെങ്കിലും പ്രാപ്തി ഉണ്ടോ നിങ്ങൾക്ക്? എന്താ മാവ? ഏയ്, ഒന്നുമില്ല. നിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ. ഇവര് പറഞ്ഞോട്ടെ അമ്മാവ, ഇവരുടെ മനസ്സിലെങ്കിലും സമാധാനം കിട്ടട്ടെ. അങ്ങനൊരു മനസ്സമാധാനം വേണ്ട. കുട്ടികളാണെന്ന ബോധത്തോടെ തന്നെ വളരണം. കനി, വാ നമുക്ക് അകത്തേക്ക് പോവാം. അമ്മാവന് അവർക്ക് നല്ല ബഹുമാന. എന്റെ കാര്യം പറഞ്ഞത് കളയാൻ നിൽക്കണ്ട. പോയിട്ടെന്തായി? ആ പെണ്ണിനോട് സംസാരിച്ചോ? കണ്ടു, സംസാരിച്ചു. പക്ഷേ ദേവൻ വരാതെ അവളവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് തന്നെ പറയുന്നേ. സംസാരം കേട്ടാൽ അറിയാം പിൻബലത്തിൽ നല്ല ആളുണ്ടെന്നു. പിന്നിലുള്ളത് അവിടെയുള്ള ആളുകൾ തന്നെയാ. പിന്നെ അവരുടെ സംസാരമൊന്നും അറിയാത്തതുപോലെയാ. ആ, അത് വിശ്വസിക്കണ്ട. കടമ്പനാട്ട് ജയന്തൻ ഏത് തരംതാണ് കളിയും കളിക്കും. മൊഴി എന്താ പറഞ്ഞ? അവളിപ്പോ വിശേഷം എന്ത് പറയാനാ? ആ, എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്ന് വരുത്തി ഞങ്ങള്. ദേവൻ സാർ എത്രയും പെട്ടെന്നൊന്ന് വന്നാ മതിയായിരുന്നു. വേറൊരു അവസ്ഥയിലായിരുന്നെങ്കിൽ ഖദരേശനൊന്ന് അവിടെ ചെന്ന് നിൽക്കാനെങ്കിലും പറ്റിയേനെ. ആര് വന്നാലും പോയാലും ഞാൻ ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാന്ന് തന്നെ വരണം. അതാ ഇതിന്റെ അർത്ഥം. എല്ലാം ശരിയാകൂടാ, നീ ഒന്ന് സമാധാനിക്കേ. കേട്ട് കേട്ട് മടുത്ത വാക്കാത്, ഇനി പറയണ്ട. ദേവൻ സാറ് വരട്ടെ. വന്നിട്ട് ആ പെണ്ണ് പറയണേൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിടില്ലോ ഞാൻ. കതിരേശൻ അങ്ങനെ ചതിച്ച് തീർക്കണ്ടാരും. മൊഴിയുടെ എന്ത് കാര്യം പറഞ്ഞാലും കതിരേശന് കരച്ചിലേ ഉള്ളൂ. എനിക്കറിയാം മോളെ, അവന്റെ യഥാർത്ഥ വേദന എന്തെന്ന് അവള് തിരിച്ചറിഞ്ഞ അവൾ അവൻ ഏട്ടന്റെ അടുത്ത് മാറില്ല. നീ അവനെ ഒന്ന് സമാധാനിപ്പിക്കും. മാഡം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ദേവൻ സാറ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? മാഡത്തോടെ പാതുകാപ്പ് എന്ന് വെച്ചാൽ മാഡത്തിന് ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ ഞാനത് തടയണം. കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം.
ഞാൻ അവളെ കൊല്ലട്ടെ മാഡം. കൊലപാതകം ശീലമാക്കാനാണോ? എന്നാലെ സഹിக்க മുടിയില്ല മാഡം. പോലീസിനൊരു പരാതി കൊടുത്താൽ അവര് വന്ന് അവളെ ഇറക്കി വിടില്ലേ? അതൊന്നും വേണ്ട. അധികാരമുള്ളവര് വരുമ്പോ പറഞ്ഞയച്ചോളൂ. എന്നോട് കിടക്കാനുള്ള മുറി ഒരുക്കാൻ പറഞ്ഞു. ഞാനത് ചെയ്യില്ല. അതെ, രണ്ടുപേരും ഒന്ന് പുറത്തോട്ട് നിന്നാട്ടെ. എതുക്ക്? ഇത് മാഡത്തിന്റെ മുറി. അവിടെ താഴെ ഏതോ മുറിയില് AC വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് AC ഇല്ലാതെ കിടക്കാൻ വയ്യ. വന്നത് കഷ്ടപ്പാട് പറയാൻ. AC-യിലേ കിടക്കൂ. ഇതേ ദേവൻ സാറിന്റെ മാഡത്തിന്റെ മുറിയാ. വേറെ ആരും ഇവിടെ കേറണ്ട. ഇറങ്ങിറങ്ങ. അവകാശങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഒരു മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞതുകൊണ്ട് വിശേഷിച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നതും എനിക്കറിയാം. അതിന് നിങ്ങൾക്കെന്താ? സാറ് മാഡം ഒന്നിക്കേണ്ടപ്പോൾ ഒന്നിച്ചോളൂ. അത് ബുദ്ധിമുട്ടാണല്ലോ മൈനെ. പ്രത്യേകിച്ച് ഞാൻ വന്ന നിലയ്ക്ക് ചിലപ്പോ ഒരിക്കലും അത് നടക്കേയില്ല. മൊഴിയുമായിട്ട് ഈ മുറി ഷെയർ ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഈ വീട്ടിലുള്ള എല്ലാ വസ്തുവിലും നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ വീട്ടിലുള്ള ഒരു വസ്തുവിലും എനിക്ക് അധികാരമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഞാൻ ഇറങ്ങാം. അധികാരമുള്ള നിങ്ങൾക്ക് ഇവിടെ കിടക്കാം. താങ്ക്സ്. ഇത്രയും മാന്യമായിട്ട് പെരുമാറാൻ മൊഴിക്കേ കഴിയൂ. അതെന്നെ ജനിപ്പിച്ചവരുടെ മിടുക്കം. വളർത്തി വലുതാക്കിയപ്പോ അന്തസ്സിനും അഭിമാനത്തിനും വിലയുണ്ടെന്ന് തന്നെയാ പറഞ്ഞു പഠിപ്പിച്ചത്. ചിലപ്പോ ഞാൻ ജനിച്ചത് നിങ്ങളെ പോലൊരിടത്താണെങ്കിൽ ഞാനിതിനെ തർക്കിക്കാനും സ്ഥാനം വിട്ടുതരാതിരിക്കാനും ശ്രമിച്ചേനെ. വാമേന, ഇന്ന് കിടന്നോ? സാറ് വരുമല്ലോ. അപ്പൊ നിന്നോട് കണക്ക് ചോദിച്ചോളാം. ഈ ബെഡ്റൂമിൽ കയറിയതിന്റെ കണക്ക് ഞാൻ പ്രത്യേകം പറയും. നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം മൈന. എന്നിട്ട് പറഞ്ഞ് പരിഹരിച്ചിട്ടേ ഞാൻ പോവും. അപ്പൊ ഗുഡ് നൈറ്റ്. ഇന്നെന്താ കിടക്കുന്നില്ലേ? എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാനിന്ന് കിടക്കുന്നില്ല. അതെന്താ? എന്റെ മുറിയിൽ ആളുണ്ട്. ആര്? മായ. അത് അമ്മാവന്റെ മുറിയാ. അതിൽ മറ്റാരും കേറുന്നത് അമ്മാവന് ഇഷ്ടമല്ല. അവിടെ കിടന്നാലേ ഉറക്കം കിട്ടുമെന്ന് മായ പറഞ്ഞു. അതുകൊണ്ട് നീ ഇറങ്ങിപ്പോന്നോ? സ്വന്തം കിടപ്പുറി വേറൊരാൾക്ക് വിട്ടുകൊടുത്തിട്ട്? കിടപ്പ് മുറിയിൽ നിന്ന് ഞാൻ മാത്രം പുറത്തിറങ്ങിയാൽ മതിയെന്നാ മായ പറയുന്നത്. ബാക്കി ആ മുറിയിലുള്ളതൊക്കെ അമ്മാവനടക്കം അവൾക്ക് അവകാശപ്പെട്ടതാണെന്നാ പറയുന്നത്. എന്താടി? അമ്മാവന്റെ ബെഡ്റൂമിൽ അവളാ കിടക്കുന്നത്. ഒഴിഞ്ഞു കൊടുത്തിട്ട് വന്നിരിക്കുക. എടാ ശ്യാമേ, അവളോട് ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറ. അമ്മാവന്റെ മുറിയിൽ അങ്ങനെ ആരും അധികാരം കാണിക്കണ്ട. ചെല്ലടാ. ശ്യാം, വേണ്ട. ഓ, അമ്മാവൻ വരുമ്പോ സഹതാപം കാണിക്കാനായിരിക്കും. എനിക്ക് ആ ഉദ്ദേശമില്ല. പിന്നെ ഇപ്പൊ പിടിച്ചിറക്കാൻ കൽപ്പിക്കുന്ന ആളുകളുടെ മുമ്പിലല്ലേ ആ പെണ്ണ് ആദ്യം വന്നത്. എന്നിട്ടെന്താ ഒന്നും ചെയ്യാതിരുന്നത്? അങ്ങനെ ഒരുത്തി വന്ന അതെനിക്കുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളത് ആഘോഷിച്ചു, അത്ര തന്നെ. ഞങ്ങള് വേണ്ട. രാത്രിയാ. നിങ്ങൾ യാത്ര കഴിഞ്ഞു വന്നതാ. ക്ഷീണം ഉണ്ടാവും. ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. അത് ശരി.
നീ ജയന്തട്ടനോട് കൽപ്പിക്കാറായോ? ഇപ്പൊ അതല്ല ചെയ്തത്. പക്ഷേ എന്റെ മുമ്പിൽ കിടന്ന് നാടകം കളിച്ച അത് ചിലപ്പോ സംഭവിക്കും. ആ ഇന്ദു, ഇവളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കെന്താ? എന്തെങ്കിലും ഓട്ടെ, നീ നടക്ക്. ശ്യാമേ, നീ വരുന്നില്ലേ? ശ്യാം, ഈ കളിയിൽ ശ്യാമിന്റെ പങ്കെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അല്ല, ഞാനത് പിന്നെ ശ്യാമേ, നിങ്ങൾ എന്തിനിപ്പൊ ചേച്ചിയെ വിളിക്കാൻ പോയത്? വിളിക്കാതെ പിന്നെ ചേച്ചിയുടെ വിവരം എങ്ങനെ അറിയുന്നത്? ഏട്ടൻ അറിഞ്ഞ ഒരുപാട് സന്തോഷാവും. ചേച്ചിയെ ബെഡ്റൂമിൽ നിന്നും കൂടി ഇറക്കി വിട്ടതല്ലേ? ഇല്ല, കതിരേശനോളം സങ്കടം ഈ കാര്യത്തിൽ നിങ്ങൾക്കില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഞാൻ കതിരേശനെ ന്യായീകരിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞോ? ശരിയാ, അവൻ അങ്ങനെ ഒരു വിവാഹം നടത്തി. നിങ്ങൾക്കാർക്കും യോജിക്കാൻ പറ്റാത്ത ഒന്ന്. നിങ്ങൾ കരുതുന്ന പോലെ ഈസിയല്ല ഒരു വിവാഹബന്ധം നടത്തുന്നതും വേർപെടുത്തുന്നതും. ഒന്ന് ആലോചിച്ചു നോക്ക്. വേർപിരിയാൻ വേണ്ടി കോടതിയിൽ ചെന്നാലും കോടതി കുറച്ച് സമയം അനുവദിക്കും, തെറ്റൊക്കെ തിരുത്തി ഒന്നിച്ച് ജീവിക്കാൻ. കാരണം അത്രയ്ക്ക് പവിത്രമായ ദാമ്പത്യത്തെ കാണുന്നത്. ഒക്കെ ഞങ്ങൾ സമ്മതിച്ചു. അത് നല്ല രീതിയിൽ നടക്കുന്ന വിവാഹത്തിന്റെ കാര്യമല്ലേ? ഇതങ്ങനല്ലല്ലോ. നിങ്ങൾക്കൊരുപാട് തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ നമ്മുടെ മുന്നിൽ ചിരിച്ചു നടക്കുന്ന എല്ലാവരും സന്തോഷമുള്ളവരല്ല. ഒരുപാട് വേദന സഹിക്കുന്നവരും ത്യാഗം സഹിക്കുന്നവരും ഒക്കെ തന്നെയാ നമ്മുടെ മുന്നിൽ ജീവിക്കുന്നത്. ലില്ലിയേച്ചി അനുഭവിച്ചതാ മക്കളെ. എത്ര സ്നേഹമുള്ള കാരണവന്മാരായാലും ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്ന പെണ്ണിനോട് സഹിക്കണം, പിടിച്ചു നിൽക്കണം എന്നൊക്കെ തന്നെയാ പറയാ. അതാരും ക്രൂരന്മാരായിട്ടൊന്നുമല്ല. സ്വന്തം മോള് നാട്ടുകാരുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നം ആവാതിരിക്കാൻ വേണ്ടിയാ. അവരും സഹിക്കാറുണ്ട് ഇതൊക്കെ. ഇപ്പോൾ നിങ്ങൾ പറയുന്നതിനൊരു ന്യായമുണ്ട്. അവിടെ ഒരു പെണ്ണു വന്നു, ചേച്ചി നിങ്ങളെ വിളിച്ച് സങ്കടം പറയുന്നു. അതിന്റെ സത്യം മനസ്സിലാക്കാൻ കുറച്ച് സമയം കൊടുക്ക്. നിങ്ങൾക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, നിങ്ങളുടെ ചേച്ചിക്കും. ഭൂമിയിൽ മനുഷ്യരായി പിറന്നവരൊക്കെ സ്വപ്നങ്ങളുടെ കൂട്ടുകാരാ. എല്ലാം നടക്കാനുള്ളതാണോ? അല്ല. കണ്ണൻ എല്ലാവരെയും പോലെ ഓടിച്ചാടി നടക്കാൻ ആഗ്രഹമില്ലേ? നമ്മളിതിനെന്താ പറയാ? ദൈവത്തിന്റെ തീരുമാനം. അത് മാറ്റിമറിക്കാൻ നമുക്കാവില്ല. ലില്ലിയേച്ചി നിങ്ങളോടൊരു കാര്യം ഉറപ്പിച്ചു പറയാം. നിങ്ങളുടെ ചേച്ചി സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾ കാണും. സന്തോഷിക്കുന്നുവെന്ന് നിങ്ങളോട് പറയും. ഏട്ടാ, ലില്ലിയേച്ചി നമ്മളൊന്നും പറയിക്കാതെ. ലില്ലിയേച്ചി തെറ്റൊന്നും പറഞ്ഞില്ല. നമ്മളിങ്ങനെ വാശി പിടിക്കുന്നല്ലാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയൂ? നമുക്ക് കാത്തിരിക്കാം. ലില്ലിയേച്ചി പറയും പോലെ ചേച്ചിയുടെ കാര്യത്തില് ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാവാതിരിക്കൂ. മാഡം ഇത് ഇവിടെ ഇരുന്ന മാഡത്തിന് ഉറങ്ങാൻ പറ്റുമോ?
ഞാൻ ജീവിച്ച രീതി വെച്ച് ഇത് കൂടുതലല്ലേ? ഞങ്ങള് നിലത്ത് പായ വിരിച്ച കടന്നത്. കട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചതാ. ഇവിടെയല്ല, വരാന്തയിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതൊക്കെ മാഡം വെറുതെ പറയുന്നതാ. ഉള്ളുക്കുള്ള നല്ല വിഷമമുണ്ട്. എന്തിന്? കാര്യം ദേവൻ സാറിന്റെ മാഡത്തിന് ഇഷ്ടമല്ലെങ്കിലും അവരെ തേടി വേറൊരു പെണ്ണ് വരുന്ന സഹിക്കുവോ? അതിന് എനിക്കെന്താ? ഉണ്ടാകും. ഒരു പെണ്ണിനും അത് സഹിക്കില്ല. സഹിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് സ്വീകരിച്ച ഭർത്താവായിരിക്കണം. ഏതോ ഒരു വലിയ മുതലാളിയുടെ ഗസ്റ്റ് ഹൗസ്, അതിലൊരു മുറിയിൽ ഞാൻ താമസിക്കുന്നു. ഞാൻ അങ്ങനെയേ കരുതിയിട്ടുള്ളൂ. മൊഴി, மொழி உறங்கியிலே? என்ன சார், நீங்க எல்லாம் அங்க எங்க റൂമിൽ തൂങ്ങി ഇരിക്ക്. മാഡം மட்டும் തന്നെ ഇങ്ങ ഇരിക്ക്. മൊഴി മുറിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു. ശ്യാമിന് വിഷമമുണ്ടോ എന്ന് പറഞ്ഞാ എനിക്ക് തീരെ വിഷമമില്ല. ഇനിയിപ്പോ നിങ്ങളുടെ അമ്മാവൻ വരാൻ ഒരു ദിവസമല്ല, ഒരു മാസം എടുത്താലും ഞാൻ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടും. മൊഴി വെറുതെ വാശി കാണിക്കരുത്. എനിക്കും ചില വാശികളൊക്കെ വേണ്ടേ? ശ്യാം പോയി കിടന്നോളൂ. അല്ല, ഞാൻ വേണമെങ്കിൽ കുറച്ച് സംസാരിച്ച് നമുക്ക് സംസാരിക്കാൻ കുറച്ച് ആഗ്രഹം കൂടുതലാ. ഒരു ചിന്ന റിക്വസ്റ്റ് സാർ, സാറിന് സംസാരിക്കാൻ തോന്നിയാൽ ധൈര്യമായി പേസണം. അന്ത ജയന്തൻ സാർ കൂപ്പിട്ടാൽ ഓടിപ്പോകാതെ. കളിയാക്കണ്ട മൈന. ശ്യാമിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രായമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, അല്ലേ ശ്യാം? അവള് പറഞ്ഞത് സത്യമാ. ശ്യാം പറയുന്നത് ഞാൻ അനുസരിച്ചേനെ. മറ്റാരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്ന അതെതിർക്കാൻ ശ്യാമിന് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോ ഒറ്റ രാത്രി കൊണ്ടൊന്നും ധൈര്യം വരില്ലല്ലോ. അതുകൊണ്ട് ശ്യാം പോയിക്കോ, ചെല്ല്. നന്നായി മാഡം, അവർക്ക് കുറച്ച് ഇളക്കം കൂടുതലാ. നീ പോയി കിടന്നോ. ഞാനോ? മാഡം വെളിയിലേ കിടക്കുന്നെങ്കിൽ ഞാൻ അവിടെയേ കിടക്കൂ. നമുക്ക് സംസാരിച്ചിരിക്കാം മാഡം. ഉറക്കം വരുമ്പോ ഉറങ്ങാം. ഉറക്കം വരില്ല, ഇത് എത്ര നാളായാലും. ഹലോ, ഉറങ്ങിയിട്ടില്ല? ഒരുപാട് ശത്രുക്കളെ ചുറ്റുമുള്ളതല്ലേ, ശ്രദ്ധിച്ചു വേണ്ടേ കണ്ണടയ്ക്കാൻ? കിടന്നാ ഞാൻ ഉറങ്ങും. എന്റെ മനസ്സ് അല്പം തണുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കാലം ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒക്കെ ഒരുപോലെ പേടിച്ചതല്ലേ ഞാൻ. എന്നെ പേടിക്കുന്ന കുറേ ആളുകൾ, ഞാൻ ആരെന്നറിയാനുള്ള അവരുടെ ആകാംക്ഷ ജീവിതത്തിന് അർത്ഥം വെച്ച് തുടങ്ങിയ പോലെ. ദൈവം നാളെ എത്തുമായിരിക്കും. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. വന്നാ വിശേഷിച്ചൊന്നും സംഭവിക്കാനില്ല. ഞാൻ ജീവനോടെ എന്തെങ്കിലും മുന്നിൽ വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ജീവിച്ചിരിക്കുന്നതിന്റെ അർത്ഥം അയാൾക്ക് മനസ്സിലാവുമെങ്കിലല്ലേ ഇതൊക്കെ ഒരു രസാവും. ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. പോങ്ങടാ. കതിരേശനാണോ? അതെ, നിങ്ങളാരാ? ഇങ്ങ വാങ്ങടാ. ലില്ലിങ്ക ഇല്ലയാ, അവളെ കൂപ്പിട്. ആരാ നിങ്ങള്? അത് അവക്ക് തെരിയും. അവൾക്ക് മനസ്സിലായ പോരല്ലോ. നിങ്ങൾ ഈ പാതിരാത്രി വന്ന് മുട്ടിയത് എന്റെ വാതില്ല. അപ്പൊ എന്തിനാണെന്ന് എന്നോട് ആദ്യം പറയണം.
ഡേ രമേശാ അണ്ണനോട് ചൊല്ലിക്കൊടുറാ. ദേ ചേട്ടാ, ഇവര് പാലക്കാട് നിന്ന് വന്ന് എന്നെ കൂട്ടിയിട്ടാ പോന്നെ. ചേട്ടൻ ഇവിടെ നിർത്തിയിട്ടുള്ള പെണ്ണില്ലേ ലിലി, അവളെ ഇവരുടെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേരെ, അല്ലെങ്കിൽ ചേട്ടന്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടാവേ. എന്റെ വീട്ടിൽ വന്ന് നിങ്ങളെ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ രാവിലെ വന്നാ മതി. എന്നടാ കാലയിലെ ഇപ്പൊ ഇന്ത നിമിഷം കൂപ്പിടവളെ. ഞാനും കുറച്ച് തമിഴ് മണമുള്ളവനാ. നിങ്ങളെ പോലെ കൊള്ളയ്ക്കും കൊലയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷെ എന്റെ വീട്ടിലുള്ളവരെ സംരക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾ എന്തിനാ അവളുടെ പിന്നാലെ അങ്ങനെ നടക്കണേ? അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു പെണ്ണിനെ ഒരുത്തൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് കരുതി നിങ്ങളൊക്കെ അവന്റെ കൂടെ നിൽക്കുക. ആ പാവത്തിന് വിട്ടേക്ക്. ചേട്ടാ, ഇവരോട് വാശി കാണിക്കണ്ട. കൊന്നിട്ടാണെങ്കിലും ഇവരവളെ കൊണ്ടു. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ തടി കിടക്കുന്നത്? ഡൈ ജാതി എന്നാൻ തെരിയുമാ എനക്ക്? അതോட പവർ എന്നാൻ തെരിയുമാ? ജാതിയാലെ ഒരുത്തർക്ക് അവമാനം വന്നാ അവനെ കൊല പണിത്താൻ പഴക്കോ. മര്യാദയെ കൂപ്പിട്, ഇല്ലേനാ നാനേ ഉള്ളപ്പോ തൂക്കുവേ. ചേട്ടാ, ഇത് കുഴപ്പാണേ. ഇവിടുന്ന് നിങ്ങൾ ആരും കൊണ്ടുപോവില്ല. എന്നടാ സൊന്നേ? என்னடா நினைச்சு நீ? யாரும் பார்க்காம உள்ள வச்சா அவளை கண்டுபிடிக்க முடியாதுன்னு நினைச்சியா? ലിലി, അകത്തു പോ. என்னடி நான் வரமாட்டேன்னு நினைச்சியா?